ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ദി വ്ലോഗ്. ഇന്ന് ഒരു അനദർ ബിസി ബട്ട് ബ്യൂട്ടിഫുൾ ഡേ അറ്റ് മൈ ഹോം ആണ് നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറേ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ക്ലീനിങ് ഉണ്ട്, കിച്ചണിൽ ലഞ്ച് കുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. തറ തൂക്കണം, തുടയ്ക്കണം, അതെല്ലാം നമ്മുടെ ഡോബി ചെയ്തോളും. പിന്നെ വാഷിംഗ് മെഷീനിൽ കുറേ തുണികൾ ഇടാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുക്കിംഗ് അതെപ്പോഴും നമുക്കുള്ളതാണല്ലോ. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെയിലി റൊട്ടീൻസാണ് എങ്കിൽ തന്നെയും ഞാനത് ലൈഫിൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അത് ഭയങ്കര എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുറേശ്ശെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം. നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് എന്നാലോചിക്കുമ്പോൾ ഒരു സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സംതിങ് ലിറ്റിൽ ഡിഫറെൻറ്റ് ബട്ട് റിയലി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നമ്മളെപ്പോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നവർക്കും ഫിനാൻസിനെ പറ്റിയൊക്കെ വറീഡ് ആവുന്നവർക്കും ഒക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം. ഓക്കെ, സോ ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും? ഇന്നത്തെ ഈ ലോകത്ത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ല കേട്ടോ. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ്സ് എ കീ ടു ഫിനാൻഷ്യൽ ഫ്രീഡം. എന്ന് വെച്ചാൽ ഫാസ്റ്റർ ലോൺ അപ്രൂവൽസ്, പിന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ്, പിന്നെ ആക്സസ് ടു ബെറ്റർ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. അതിപ്പോൾ ഹോം ലോൺ ആവാം, കാർ ലോൺ ആവാം, ഓർ ഈവൻ എ സ്മോൾ ബിസിനസ് ലോൺ. പക്ഷേ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? ഒരുപാട് പേർക്ക് അവരുടെ സ്കോറിനെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് സ്കോർ ആപ്പ് ഉപയോഗിക്കുന്നത്. ആൻഡ് യു ഗൈസ്, ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ജസ്റ്റ് ഒറ്റൊരു ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഷോസ് എവറിത്തിങ്, ലൈക്ക് നമ്മുടെ പേയ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിലാണോ, നമ്മുടെ ക്രെഡിറ്റ് യൂസേജ് എങ്ങനെയാണ്, ഈവൻ നമ്മുടെ പാസ്റ്റ് ലോൺ ഹിസ്റ്ററി വരെ അതിൽ കാണിക്കും കേട്ടോ. എനിക്ക് ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവിടെ കഴിയുന്നില്ല. എന്താണെന്നല്ലേ, നമ്മുടെ ഈ ഒരു ആപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് തരും. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പേയ്മെൻറ്റ്സ് മിസ്സാവുകയോ, ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ലോണിൻ്റെ പേയ്മെൻറ്റ്സോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് എൻക്വയറീസ് നമ്മളെപ്പറ്റി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ, പിന്നെ ഏതെങ്കിലും ഫേക്ക് ലോൺസിനെ പറ്റിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻകറക്റ്റ് എൻക്വയറീസോ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, യു ക്യാൻ റേസ് എ ഡിസ്പ്യൂട്ട് റൈറ്റ് ദെൻ ആൻഡ് ദെയർ. ജസ്റ്റ് വൺ ക്ലിക്ക്, ഇത്രയേ ഉള്ളൂ, കാര്യം നടക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് നമുക്കൊരു കസ്റ്റമൈസ്ഡ് വീഡിയോ നമുക്ക് തരും കേട്ടോ. അതിൽ നമ്മുടെ ക്രെഡിറ്റ് ഹെൽത്തിനെ പറ്റിയും അതിൻ്റെ സിമ്പിൾ ടേംസിനെ പറ്റിയും പിന്നെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിക്കുവേ. സത്യം പറയാലോ, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇറ്റ് മെയ്ഡ് സോ മച്ച് സെൻസ് ടു മീ. ഫൈനലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തുകൊണ്ടാണ് എൻ്റെ സ്കോർ താരുന്നത് എന്നുള്ളത്. ഇനി വേറൊരു ഫീച്ചർ ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽസും EMIയും എല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഓവർ ഡ്യൂ ആയിട്ടുള്ള വലിയ വലിയ പേയ്മെൻറ്റ്സ് കൺവേർട്ട് ചെയ്ത് ചെറിയ EMIയിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് ഓട്ടോ റീപേയ്മെൻറ്റ് സെറ്റ് ചെയ്യാനും പറ്റും. അതാകുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ബിസി ആയിട്ടൊക്കെ നിൽക്കുകയാണ്, നമ്മൾ മറന്നു പോവുകയാണ്, പേ ചെയ്യാനൊക്കെ മറന്നു പോവുകയാണ്, ഡ്യൂ ഡേറ്റ് ഒക്കെ മറക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ റീപേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേ ആയിക്കോളും. യെസ്, അതുപോലെ തന്നെ ഈവൻ നമുക്ക് റിവാർഡ്സ് കിട്ടും. കറക്റ്റ് റീപേയ്മെൻറ്റ്സ് ടൈംലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവാർഡ്സ് കിട്ടും. പിന്നെ 1% ക്യാഷ് ബാക്ക് കിട്ടും. റീചാർജ് ചെയ്യുകയാണെങ്കിലോ ബിൽ പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 1% ക്യാഷ് ബാക്കും കിട്ടും കേട്ടോ. സോ ടു പ്രിറ്റി കൂൾ റൈറ്റ്? സോ നിങ്ങളൊരു ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ, ജോലികൾക്കിടയിൽ ഓടുന്ന ഒരാളാണെങ്കിൽ, എന്നെപ്പോലെ ബഡ്ജറ്റ് എല്ലാം കറക്റ്റ് ഓരോ മാസവും സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, യു ക്യാൻ ട്രസ്റ്റ് മീ. നിങ്ങളുടെ ഫോണിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു ആപ്പാണ് ഗുഡ് സ്കോർ ആപ്പ്. അപ്പോൾ നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വഴി ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ്, വിത്ത് ഫാസ്റ്റ് ഹസൽ ഫ്രീ അപ്രൂവൽ. ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് ഹോണസ്റ്റ്ലി ജസ്റ്റ് വൺ ആപ്പ് അവേ അല്ലേ? അപ്പോൾ ഞാൻ ഗുഡ് സ്കോർ ആപ്പിൻ്റെത് ലിങ്ക് താഴെ മെൻഷൻ ചെയ്തേക്കാം. ഉറപ്പായിട്ടും അത് പോയി ചെക്ക് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് യുവർ ക്രെഡിറ്റ് ജേർണി ദ റൈറ്റ് വേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട്. ഓഫ് കോഴ്സ് അവിടെ നിന്ന് കള്ളിക്കാടുന്ന അച്ഛനും അമ്മയൊക്കെ വരുന്ന ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അച്ഛനും അമ്മയും അധികം വരാറില്ല കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനും അമ്മയും കൂടി
എപ്പോൾ വന്നാലും വഴക്ക് കൂടുതലാണ്. അപ്പോൾ തന്നെ അമ്മ വാരിക്കെട്ടി പോകും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ അമ്മ മറ്റേ സ്റ്റീൽ സ്പൂണിട്ട് ഇളക്കും കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മയൊന്ന് നോക്കും, അമ്മ എന്നെ തിരിച്ച് നോക്കും, അത് പിന്നെ വഴക്കാവും, പിന്നെ അമ്മ വാരിക്കെട്ടി പോകും. അതുകൊണ്ട് അങ്ങനെ അധികം വരാറില്ല. വെറുതെ വഴക്കുണ്ടാക്കി പോകുന്നതിലും ഭേദം അതിനെക്കാട്ടി വീട്ടിൽ ഇരിക്കുന്നില്ലെന്ന് കരുതും. പിന്നെ അത് മാത്രമല്ല, മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 20 ദിവസവും ഞാൻ മിക്കവാറും നെട്ടയത്തായിരിക്കും. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വരേണ്ട ഒരു സമയവും സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ കൂടുതലും അച്ഛനും അമ്മയൊക്കെ വരാത്തത് കേട്ടോ. എന്തായാലും ഇവർ വരുന്ന ദിവസങ്ങളിൽ ഞാൻ അത്യാവശ്യം തിരക്കാണ്. തിരക്കെന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വെജിറ്റബിൾസൊക്കെ കട്ടിങ്ങും പിന്നെ ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ. അമ്മ തന്നെയാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അമ്മ വയ്ക്കുന്നതൊക്കെയാണ് ഏട്ടന് കൂടുതലൊക്കെ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴൊക്കെ അമ്മ വന്ന് നിൽക്കുമ്പോൾ അമ്മയൊക്കെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് കട്ടിങ്ങും ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ഒരു മീൻ കറിയോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയോ മാത്രമായിരിക്കും വയ്ക്കാറ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ വെജിറ്റേറിയൻ ആട്ടോ. അപ്പോൾ അച്ഛന് പ്രത്യേകിച്ച് കറികൾ ഉണ്ടാക്കണം. അമ്മ കഴിക്കും, മീനൊക്കെ കഴിക്കും, ചിക്കനൊന്നും കഴിക്കില്ല, മീനും മുട്ടയൊക്കെ കഴിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേയേറെ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ബിസി ആയിരിക്കും. കട്ട് ചെയ്യാനാണെങ്കിലും കുറച്ചേറെ സാധനങ്ങളാകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സമയം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേദയെ പഠിപ്പിക്കുകയും വേണം. എല്ലാം കൂടെ ആകുമ്പോഴേ എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല കേട്ടോ. സമയം ഒരു പ്രശ്നമാണ് മക്കളെ. ഈ വർക്കിംഗ് വുമൻസൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിലും വീട്ടിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ടെങ്കിൽ ചെയ്യേണ്ട എന്നുള്ള രീതിയിലല്ലേ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. വേറെ വർക്കൊന്നുമല്ല, നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് സമയത്ത് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ആരും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ, നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ കുറേ കാര്യങ്ങളില്ലേ. പക്ഷെ അതുപോലെയല്ലല്ലോ, വേറൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര സമയത്തിന് പോകണം, ഇത്ര സമയത്തേ തിരിച്ച് വരാൻ പറ്റത്തുള്ളൂ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കണം. എന്തോരം പാടല്ലേ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത് ഞാൻ പലവട്ടം പല വീഡിയോസിൽ. ചിലരൊക്കെ ഉണ്ട് കേട്ടോ, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭയങ്കര പാഷനായിട്ട് എടുത്ത് എപ്പോഴും ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ പാഷനായിട്ടല്ലെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഒക്കത്തില്ല, ശരിയാവത്തില്ല കേട്ടോ. എങ്കിലും നമ്മൾ തട്ടിമുട്ടിയൊക്കെ ചെയ്യും. ഞാൻ അത്യാവശ്യം, എനിക്ക് തോന്നുന്നു ഈ ബിരിയാണി, നോൺ വെജ്, ചിക്കൻ അതൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ വെജിറ്റേറിയൻ കറികളോട് വരുമ്പോഴാണ് എന്നെക്കൊണ്ട് വലിയ പാടാട്ടോ. ഞാൻ ഉണ്ടാക്കും, മാക്സിമം ട്രൈ ചെയ്യും, പക്ഷേ അങ്ങോട്ട് ശരിയാവത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടനെയൊക്കെ സമ്മതിക്കണം. അല്ലേ ഞാനൊക്കെ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചതേ നമ്മൾ ദോശ വരെ ചുട്ടു തുടങ്ങി അല്ലേ. ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ദോശയും മീൻകറിയും സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേയേറെ കറികളുണ്ട്. ആക്ച്വലി ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തു വച്ചിരുന്ന വീഡിയോ ആണ്. ഡബ് ചെയ്യുന്നത് വളരെ വൈകിയാണ് എന്ന് മാത്രം. പിന്നെ എന്താണ്, ഇവർ 2 ദിവസം ഉണ്ടാവും. പക്ഷേ വീഡിയോസ് ഇന്നത്തെ വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ തായ്ലൻഡ് സീരീസ് പൊക്കോണ്ടിരിക്കുന്ന സമയം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇത് പിന്നെ പെട്ടെന്ന് ഞാൻ അവരൊക്കെ നിന്നപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ അങ്ങ് എടുത്ത് വെച്ചോന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കള്ളിക്കാടച്ഛനെ അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അതെടുത്ത് വെച്ചോന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലേ എല്ലാ വീഡിയോസും കൂടെ ആകുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവും, എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഓൾറെഡി തായ്ലൻഡ് വീഡിയോസ് എല്ലാം നിറഞ്ഞിട്ട് ഫുൾ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് അച്ഛനും അമ്മയൊക്കെ വന്ന് 2-3 ദിവസം നിന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കൂടി എനിക്ക് ഇടാനുള്ളത് പറ്റിയിട്ടില്ല. അതൊരു വലിയൊരു മിസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കള്ളിക്കാട് അച്ഛനെയും അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അതെന്താ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്ന് കമൻറ്റ് ചെയ്യാവോ. ഒരുപാട് പേരുണ്ട് കേട്ടോ, അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എങ്കിലും കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു കള്ളിക്കാട് അമ്മയോടൊക്കെ ഭയങ്കര ഇഷ്ടം കൂടുതലാണെന്ന് തോന്നുന്നു. അതെന്താ കാരണം എനിക്കൊന്നും അറിയണമല്ലോ. പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ അതെന്താ കാര്യം എന്നുള്ളത്. ഇത് അച്ഛനെ സാമ്പാർ വടയൊക്കെ വൈകുന്നേരം വാങ്ങിയിട്ട് വന്നതാണ്. സാമ്പാർ വടയും അല്ലാണ്ട് ഉഴുന്ന് വടയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ദോശയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിക്കാമെന്ന് കരുതി. നോൺ വെജ് ആവശ്യമുള്ളവർക്ക് നല്ല ചൂര മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. ചൂര മീൻകറിയും ദോശയും. പുട്ട് വേണം എന്നുള്ളവർക്ക് പുട്ട് വേവിക്കാം. പിന്നെ വേദയ്ക്ക് വേദയുടെ സ്ഥിരം സാധനം അപ്പം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇരുന്ന് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ഹാപ്പിയാണ്. വേദ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു നൈറ്റ് വെയർ ആട്ടോ. നല്ല രസമുണ്ട്. വേദയ്ക്ക് ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒരു നല്ല ഭംഗി അത് ഇട്ട ശേഷം. പക്ഷെ ഇത്രയും രസമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിയാൽ കൊണ്ടുവരാനും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇനി എവിടെയെങ്കിലും ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ള
ഡ്രസ്സാണ് വാങ്ങിയത്. അവളുടെ സൈസിന് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ആ ഓവർ സൈസ് ഷർട്ടൊക്കെ ഇട്ടപ്പോൾ വേദയെ കാണാൻ കുറച്ച് രസമുണ്ട് കേട്ടോ. നല്ലൊരു അവൾ ഇട്ടിട്ട് നടക്കുന്നതാണ്, നല്ല രസമുണ്ട്. എൻ്റെ ഫുള്ള് കാണിച്ചു തന്നില്ല അല്ലേ. അതിന് അവൾ അടുത്ത പിഴയിലിടുമ്പോൾ ഞാനത് കാണിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കള്ളിക്കാട് അമ്മയും അച്ഛനൊക്കെ 2 ദിവസം കൂടി ഉണ്ടാവും, എന്നിട്ട് അവർ പോവും. അതിന് മുന്നേ മാക്സിമം വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ, അവരുള്ളപ്പോൾ ഉള്ള വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാവേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.